ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കണ്ണൂർ മൗണ്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഡെയിലി വീഡിയോൻ്റെ ഭാഗമായിട്ട് ഇന്ന് പ്ലാന്റുകളെല്ലാം, അതായത് ഇവിടെ വന്ന പ്ലാന്റുകളെല്ലാം തരംതിരിച്ച് അതിൻ്റെ പാക്കറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യലായിരുന്നു. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു. നല്ല അസാധ്യമായ വെയിലാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ വിശേഷം, അതായത് ഓരോ പ്ലാന്റ് എത്ര ഹൈറ്റ് ഉണ്ട്, അതുപോലെ ഏത് പാക്കറ്റിലാണ് അത് വന്നിരിക്കുന്നത്, അപ്പോൾ അതെല്ലാം ഇന്നത്തെ വിശേഷം. അപ്പോൾ ആവശ്യക്കാർക്ക് ഓർഡർ ചെയ്യാം, നമ്പർ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ വിശേഷം നമുക്ക് കാണാം. ബേറാപ്പിളാണിത്. ബേറാപ്പിൾ ഗ്രീനാണ്. അപ്പോൾ നല്ലോണം കാഴ്ച നിൽക്കുന്നത് പാക്കറ്റിൽ തന്നെ കാഴ്ച നിൽക്കുന്നുണ്ട്. 8-ൻ്റെ കവറാണ്, 10-8-ൻ്റെ കവറാണ്. അപ്പോൾ ബേറാപ്പിൾ ഗ്രീനാണ് കൂടുതലും കായ്ക്കുന്നത്. അതുപോലെ നമുക്ക് ബുഷ് ഓറഞ്ചും നല്ലോണം പാക്കറ്റിൽ തന്നെ കായ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ജ്യൂസ് അടിക്കാനും അത്യാവശ്യത്തിനെല്ലാം ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 200 രൂപയാണ് നമ്മുടെ അടുക്കുള്ളത്. ഇതും 10-8-ൻ്റെ കവറിലാണ് നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്നത്. ഇത് അവക്കാഡോ ആണ്. ഏകദേശം എൻ്റെ ഷോൾഡർ, എൻ്റെ അത്ര തന്നെ ഹൈറ്റ് ഉണ്ട് അവക്കാഡോ. ചെറുതും വലുതും ആയിട്ടുണ്ട്. ആവശ്യക്കാർക്ക് ഓർഡർ ചെയ്യാം. നമ്മളെ നമ്പർ വീഡിയോയുടെ അടിയിൽ കൊടുക്കുന്നതായിരിക്കും. ഇത് നമ്മളെ പേരയുടെ സെക്ഷനാണ്. തായ് കിങ്, തായ് പിങ്ക്, VNR, അതുപോലെ തന്നെ അർക്കാക്കിരാണ്. എല്ലാം പേരയുടെ സെക്ഷനാണ്. അപ്പോൾ ഒരു 6-7 വെറൈറ്റി പേരയുണ്ട് നമ്മൾക്ക് ഓൾറെഡി. അപ്പോൾ മാവ് എന്ന് പറഞ്ഞാലേ ഒരാൾ പൊക്കം തന്നെ കേട്ടോ. ഇതിന് മാവിന് വെറൈറ്റി റേറ്റാണ്. അപ്പോൾ ഇത് R2E2 ആണിത്. ഇത് മാവിൻ്റെ സെക്ഷനാണ്. ഇത് മൊത്തം മാവിൻ്റെയാണ്. മാവ് എല്ലാ വെറൈറ്റി ഉണ്ട്. മല്ലിക, ഇത് ജപ്പാൻ പേരാണ്ട. ഇപ്പം തന്നെ പാക്കറ്റ് തന്നെ ഒരുപാട് പൂത്ത് അതുപോലെ തന്നെ കായ്ക്കുന്നുണ്ട്. കണ്ടോ, ഇതും 10-12-ൻ്റെ കവറിലാണ് വെച്ചിരിക്കുന്നത്. ഏകദേശം ഇത് ഒരാളെ ഷോൾഡറിൻ്റെ അത്രയും വലിപ്പമുണ്ട്. ഇത് ജപ്പാൻ പേര. ഇത് കംബോഡിയൻ ജാക്ക് ഫ്രൂട്ട് ഓറഞ്ചാണ്. ഇതെല്ലാം ഡങ്സൂര്യ, അതുപോലെ തന്നെ വിയറ്റ്നാം മേളി പ്ലാവുകളാണ്. പ്ലാവുകൾക്ക് നല്ല വെയിലാണ് വേണ്ടത്. അതുകൊണ്ട് നല്ല ഉഷാറാകുന്നുണ്ട്. അതുകൊണ്ട് വെയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് നമ്മളെ റംബൂട്ടാൻ N18. ഇത് ഈ വർഷം തന്നെ പൂക്കേണ്ട സെറ്റപ്പൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് N18 ആണ്. അപ്പോൾ ഇനി വളം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വളം കൂടി കൊടുക്കുമ്പോൾ ഇതിപ്പോൾ നമ്മളെ നഴ്സറിയിൽ നിന്ന് ഇതിൻ്റെ പ്രൊഡക്റ്റ് നഴ്സറിയിൽ നിന്ന് നമ്മളെ നഴ്സറിയിലേക്ക് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതിന് നമ്മൾ ഒന്ന് വളമൊക്കെ കൊടുത്ത് ബുഷൊക്കെ ചെയ്ത് പ്രൂൺ ചെയ്തിട്ട് വളമൊക്കെ കൊടുത്ത് സെറ്റാക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഭക്ഷണത്തിൻ്റെ ഒരു കുറവ് നമുക്കിതിൽ കാണുന്നുണ്ട്. ഇതാണ് അബിയു ഉണ്ടോ? ഏകദേശം അബിയു നമ്മളെ ഷോൾഡറിൻ്റെ അത്രയുണ്ട് ഒരാളുടെ. ഈ വർഷം കുറച്ച് റേറ്റ് ഉണ്ട് അത്യാവശ്യം. ഇതൊക്കെ അബിയു സെക്ഷനാണ്. ഇതാണ് അബിയുടെ ഫ്രൂട്ട്സ്. ഇത് നമ്മളെ റൊളീനിയ എന്ന് പറഞ്ഞ സാധനമാണ്. റൊളീനിയ ഏകദേശം ആത്തച്ചക്ക പോലത്തെ ഒരു ഫ്രൂട്ടാണ്. ഇത് വൈറ്റ് ഞാവലാണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അടുക്കയിലെ പ്ലാന്റ്. അപ്പോൾ നമ്മളെ ഈ ഒരു ഗാർഡനിലൊരു തെങ്ങുണ്ടേ. അപ്പോൾ ഇതിനെ നമ്മളിന്ന് ഫുള്ള് വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ കായ്ക്കാത്ത അല്ലെങ്കിൽ തേങ്ങയില്ലാത്ത കൊലയൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി നമ്മളിതിന് വളം കൊടുക്കുമ്പോൾ അപ്പോൾ കുറച്ച് ഒറ്റക്കൻ തേങ്ങയുണ്ട് ഇതിനോട്. അപ്പോൾ നമ്മളിതാ ഒരാൾ ഹൈറ്റേ ഉള്ളൂ. ഒരാൾ ഹൈറ്റിൽ തന്നെ തേങ്ങ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ 3 വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങെന്ന് പലരും വാങ്ങിക്കുന്നുണ്ടെങ്കിലും എല്ലാം 3 വർഷം കൊണ്ട് കായ്ക്കില്ല. അതായത് ഒറിജിനൽ ക്വാളിറ്റി തന്നെ വാങ്ങിച്ചാൽ ഇതൊക്കെ 3-4 വർഷം കൊണ്ട് കായ്ച്ചാണ്. മാക്സിമം 5 വർഷം വേണ്ടു. അതായത് കൂടിപ്പോയാൽ കുറഞ്ഞത് 3 വർഷത്തിനുള്ളിൽ കായ്ക്കും. 2.5 വർഷം 3 വർഷം ആകുമ്പോഴത്തേക്ക് കായ്ക്കും. അപ്പോൾ വളം ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ ഇന്ന് തൊട്ടിട്ട് നമ്മളിതിനെ നല്ലോണം പരിചരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് മാറ്റങ്ങൾ പിന്നീട് കാണിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.